സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ രേവതി സുഖമില്ലാതെ കിടക്കുകയാണ്. സുഖമില്ലാതെ കിടന്ന് രാവിലെ എണീക്കാൻ ഒന്നിനും പറ്റില്ലാതെ കിടക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട്, അരമണിക്കൂറിനകത്ത് വെച്ച് നീ അടുക്കളയിൽ ചെന്ന് ആഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ രേവതിക്ക് ആൻറ്റി രേവതിക്ക് വയ്യാത്തതല്ലേ, ഞാൻ ചെയ്തോളാം എന്ന് വേണ്ട മോൾ പണക്കാരൻ്റെ വീട്ടിലുള്ളതാണ്, അതുകൊണ്ട് മോൾ ഇതൊന്നും ചെയ്യണ്ട, അവൾ വന്ന് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം സച്ചി അവളെ താളത്തിനൊത്ത് തുള്ളുന്നത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി സ്വന്തം മുറിയിലോട്ട് പോകുന്നുണ്ട്. പോയിരുന്നു. ഈ സമയം നമ്മുടെ രേവതിയാണെങ്കിൽ ഒട്ടും വയ്യാതിരുന്നിട്ട് എണീറ്റ് പോയി അടുക്കളയിൽ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തേക്ക് അരി അവിടെ ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചന്ദ്രയുടെ അടുത്ത് പോയിട്ട്, അമ്മേ എനിക്ക് കഞ്ഞി വയ്ക്കാൻ അരിയില്ല, അരി എടുത്തു തരണം, ഞങ്ങളിവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു, നിനക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയെ വഴക്ക് പറയുന്നുണ്ട് ചന്ദ്രമതി. അങ്ങനെ ചന്ദ്ര വന്ന് അരി എടുത്ത് കൊടുക്കുന്നുണ്ട്. അരമണിക്കൂറിനകത്ത് വെച്ച് ഫുഡ് ഉണ്ടാക്കിക്കൊള്ളണമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ ഫുഡൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെന്ന് കിടക്കുന്നുണ്ട്. വയ്യാത്തതുകൊണ്ട് ബെഡിൽ ചെന്ന് കിടക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്ര വന്നിട്ട് കേൾക്കുന്നു, നീ ആഹാരം ഉണ്ടാക്കിയിട്ട് വീണ്ടും വന്ന് കിടക്കുകയാണോ, നിനക്ക് എന്താണ് നീ ഇങ്ങനെ വന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചു. അതെനിക്ക് ഞാൻ ഡൈനിങ് ടേബിളിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് വയ്യ അമ്മേ, അതുകൊണ്ടാണ് ഞാൻ കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ നമുക്ക് രേവതിയെ കൂടെ ആഹാരം കഴിക്കാൻ വിളിക്കാമെന്ന് പറയും. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, വേണ്ട, അവൾ ആദ്യം വന്ന് ആഹാരം കഴിച്ചാൽ നമുക്ക് തിന്നാൻ തികയില്ല, അതുകൊണ്ട് അവളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, വാ നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ശ്രുതിക്കും ചന്ദ്രയ്ക്കും വിളമ്പുന്നുണ്ട്. സമയത്താണ് നമ്മുടെ സച്ചി വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് രേവതി എന്ന് വിളിക്കുന്നു. രേവതിയെ അവിടെ കാണാനൊന്നുമില്ല. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് കണ്ണ് കണ്ടൂടെ, രേവതി ഇവിടെ ഇല്ലയെന്ന്, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് അലറി വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി എവിടെയാണ്, അവൾ ഉണ്ടാക്കി വെച്ച ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് പറ്റും, രേവതി എവിടെയെന്ന് ചോദിച്ചപ്പോൾ രേവതി ഇവിടെ ഇല്ലയെന്ന് പറയാനുള്ളത് ഉണ്ടല്ലേ എന്നും കേട്ടു. അങ്ങനെ നമ്മുടെ സച്ചി റൂമിൽ പോകുമ്പോൾ നോക്കുമ്പോൾ രേവതിക്ക് ഒട്ടും വയ്യാതെ കിടക്കുകയാണ്. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ കിടക്കുകയാണ്. ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ വെച്ച് അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി ചോദിക്കുകയാണ്, ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നിട്ട് അവൾക്ക് ഒരു നേരത്തെ വെള്ളം കൊടുക്കാനോ ആഹാരം കൊടുക്കാനോ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ, അവളല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി വെച്ചത്. സച്ചി വെള്ളം എടുക്കാൻ വേണ്ടി താഴോട്ട് വന്നിട്ടുണ്ട്. താഴെ വന്നിട്ട് വെള്ളം എടുക്കുന്നു. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, അവൾ ഇത്രയും സമയമായിട്ട് അവിടെ കിടന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ഒന്നുപോലും നിങ്ങൾ ചോദിച്ചിട്ടില്ല, നിങ്ങൾക്ക് മനസ്സാക്ഷിയുണ്ടോ, നീയാണോ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കിയെന്ന് ശ്രുതിയോട്. അപ്പോഴത്തേക്കും പറഞ്ഞല്ല, അപ്പോൾ രേവതി ഉണ്ടാക്കി വെച്ച ഫുഡ് നല്ലവണ്ണം തട്ടിവിടാൻ നിങ്ങൾക്കാവില്ലേ, അപ്പോൾ ഇനി നിങ്ങൾ ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഫുഡ് മാറ്റി വയ്ക്കുന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര, എടാ നീ എന്തോന്ന് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചിരുന്നത് എന്നോട് കാണിക്കണ്ടെന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട്. ഒക്കെ നമ്മുടെ രേവതി റൂമിലിരുന്ന് കേൾക്കുകയാണ്. സച്ചി അങ്ങ് ആഞ്ഞു തുള്ളുകയാണ്. എന്നു വെച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും, രേവതിയെ നോക്കിയില്ല, എടുത്തില്ല, വെള്ളം കൊടുത്തില്ല, രേവതി വയ്യാതെ നിന്നിട്ടും എല്ലാ ആഹാരവും വെച്ച് വിളമ്പി തന്നപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനോ വെള്ളം വേണമെന്ന് ചോദിക്കാനോ തോന്നിയില്ലല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു. ഉടൻ തന്നെ കിച്ചണിലോട്ട് പോയിട്ട് രേവതിക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ തിരയുകയാണ്. അപ്പോഴത്തേക്ക് കണ്ടില്ലായിരുന്നു. ഈ സമയത്ത് രേവതി താഴെ വന്ന് എടുത്ത് കാണിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ ചെയ്തോളാം, ചെയ്യേണ്ടെന്ന്. ഇല്ല, നീ ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയല്ലേ, നിനക്ക് ഞാൻ ചെയ്തുതരാമെന്ന്. അങ്ങനെ രേവതിയെ റൂമിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴത്തേക്കും സച്ചി കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കഷായം ഉണ്ടാക്കണം, അതിനെന്തൊക്കെ വേണമെന്നൊന്ന് പറഞ്ഞതാ, രേവതിക്ക് പനിയായിട്ട് കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് സച്ചി കഷായം ഉണ്ടാക്കി റൂമിലോട്ട് പോയി രേവതിക്ക് കൊടുക്കുന്നുണ്ട്. രേവതി കുടിച്ച ഉടൻ തന്നെ ഛർദ്ദിക്കാൻ വേണ്ടി ഓടുകയാണ്.
ബാത്റൂമിൽ ചെന്ന് ഛർദ്ദിക്കാൻ. അപ്പോഴത്തേക്കും ചോദിച്ച് എന്തിനാണ് ഛർദ്ദിക്കുന്നത്? അത് രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിക്കാതിരിക്കുകയാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി താഴെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം എടുത്തുകൊണ്ട് പോയി രേവതിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. രേവതി സന്തോഷത്തോടെ ഇങ്ങനെ കണ്ണുനീരും സ്നേഹക്കണ്ണി ഒക്കെ കാണാൻ സ്ക്രീനിൽ കാണാനുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. വാരി കഴിക്കുന്നുണ്ട്. ഇത് സന്തോഷത്തോടെ രേവതി വാങ്ങി കഴിക്കുന്നുണ്ട്. അതിനുശേഷം സച്ചിയാണെങ്കിൽ രേവതി ആ സമയത്ത് സച്ചിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സച്ചി പെട്ടെന്നങ്ങൊരു ഷോക്ക് പോലെ ആവുന്നുണ്ട്. സച്ചി സമാധാനത്തോടെ ആ രേവതിയെ പിടിച്ച് മുഖത്ത് ഉമ്മം കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത് അവരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു തുടക്കം തന്നെ പറയാം. നല്ല സന്തോഷത്തോടെയും ഒത്തൊരുമയുടെയും അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മുടെ രേവതി രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്ക് സച്ചി കിടന്നുറങ്ങാൻ സച്ചീനെ നോക്കി ചിരിക്കുന്നുണ്ട്. രേവതി ഇങ്ങനെ പിന്തിരിയുമ്പോഴേക്കും സാരി പിടിച്ച് വലിക്കുന്ന പോലെ തോന്നി. അപ്പോൾ രേവതി വിചാരിച്ച് സച്ചിയാണ് പിടിച്ച് വലിക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ സച്ചിയല്ല, അത് കട്ടിലിൽ കയറി ഉടക്കിയിരിക്കുന്നത്. രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്ന് രേവതിയുടെ ചിരിയൊക്കെ കണ്ടപ്പം ചന്ദ്രമതിക്ക് എന്തൊക്കെയോ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ചന്ദ്രമതി ചോദിക്കുന്നത്, എന്താണ് നീ രാവിലെ വന്നു നിന്ന് ചിരിക്കുന്നത്? നിനക്ക് എന്ത് പറ്റി? നിനക്ക് ഇന്നലെ വയ്യെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, ഇപ്പം നീ ഒന്നും കുഴപ്പമില്ലാതെ വന്ന് നിൽക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്.